ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മീൻ പീര വറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്. നമ്മൾ 2-3 വർഷം മുൻപ് മീൻ പീര വറ്റിച്ചത് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അത് നമ്മുടെ ചെറിയ മീൻ, നത്തോലി മീൻ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇന്ന് നമ്മുടെ മത്തി ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി, വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറുള്ളി ആവശ്യമുണ്ട്, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മത്തി, അതുപോലെ 2 പീസ് കുടംപുളി, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർത്താൻ വിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, അതുപോലെ ഒരു 10 വെളുത്തുള്ളി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും ഇട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു പിടി നാളികേരം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യണം. അരച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യണം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നാളികേരം ഇട്ട് ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 കൂട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ചീഞ്ചട്ടി എടുത്ത് വയ്ക്കാം. ചീഞ്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറെടുക്കാൻ പറ്റിയ ഒന്നാണ് മീൻ പീര വറ്റിച്ചത് കേട്ടോ. അപ്പം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അതിലോട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ നാളികേരം, അതുപോലെ അരച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി, ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനാവശ്യമുള്ള പച്ചമുളക് നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ മീൻ എത്രത്തോളം കൂടുതലെടുക്കണോ അതനുസരിച്ചിട്ട് നാളികേരവും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടുതലെടുക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, നമ്മളിന്ന് മത്തിയാണ് എടുത്തിരിക്കുന്നത്, ആ മത്തിയോളം ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി, മീനൊന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു മൂടിയെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ആ കുടംപുളിയുടെ വെള്ളവും പിന്നെ മീനിന്നൊക്കെ വെന്ത് വരുന്ന ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ആ മീൻ വെന്തോളും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഡിഷാണ് മീൻ പീര വറ്റിച്ചത്. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ മൂടി വെച്ചും അതിലെ ആവി തുറന്ന് കളഞ്ഞും അതിലെ വെള്ളമൊക്കെ വറ്റിച്ച് മീൻ വേവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തവി ഉപയോഗിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാനേ പാടുള്ളൂ. വല്ലാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓവറായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു ഡ്രൈനെസ് വരുമ്പോൾ തന്നെ ഓഫാക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറെടുക്കാൻ പറ്റിയ മീൻ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള തനി നാടനായിട്ടുള്ള മീൻ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത കുടംപുളി, ആ പുളിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പുളി അതിനെടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ കുടംപുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവും പുളിയും ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള തനി നാടനായിട്ടുള്ള നമ്മുടെ മത്തി പീര വറ്റിച്ചതോടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.